സംവരണം എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല എന്നുള്ളതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ വേറെ തരത്തിൽ സഹായിക്കാവുന്ന മേഖലകളിൽ സഹായിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുക. സംവരണം എന്ന് പറയുന്നത് ഒരു പ്രതിനിധാനത്തിന്റെ റെപ്രസെന്റേഷന്റെ ചരിത്രപരമായി പിന്നോക്കം നിൽക്കേണ്ടി വന്ന അധികാരത്തിൽ അർഹമായ വിഹിതം ലഭിക്കാതെ പോയ ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇടം കൊടുക്കാൻ ഒരു നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ രൂപപ്പെടുന്ന ഒന്നാണ്. ഈ EWS റിസർവേഷൻ നടപ്പിലാക്കിയതിന്റെ ഇമ്പാക്ട് 10% നടപ്പിലാക്കിയത്. അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് റിവ്യൂ ചെയ്യാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ്. നിങ്ങൾ ജാതി ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും ജാതി നിങ്ങളെ ഭരിക്കുന്നുവെന്ന് വളരെ കൃത്യമായി പറയുകയും അങ്ങനെ CH പോലുള്ള ആളുകൾ, R ശങ്കറിനെ പോലുള്ള നേതാക്കന്മാർ വളരെ കൃത്യമായി മുഖ്യധാര ഇടതുപക്ഷത്തിനെതിരെ നിലപാടെടുത്തതുകൊണ്ടാണ് സംവരണത്തെ കുഴിച്ചു മൂടാനുള്ള അത്തരം പരിശ്രമങ്ങളെ മുളയിൽ നുള്ളേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഒരു ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ടാണെന്നാണ് പലരും ധരിച്ചിട്ടുള്ളത്. ഒരിക്കലും തന്നെ അതൊരു ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ടല്ല. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ മുസ്ലിംസ് എന്നാണ്. ബംഗാളിലെത്തുമ്പോൾ എവിടെയാണോ ഇലക്ട്രിക് പോസ്റ്റ് അവസാനിക്കുന്നു അവിടെ നിന്ന് അങ്ങോട്ട് മുസ്ലിം ഗ്രാമങ്ങൾ തുടങ്ങുന്നു എന്ന ഒരു രീതിയിലേക്ക് സച്ചാർ കമ്മീഷൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നിലവിലുള്ള സാമൂഹിക അവസ്ഥയെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കേരളത്തിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാവേണ്ടിയിരുന്ന പല റെമഡിയൽ മെഷേഴ്സിനെയും അട്ടിമറിച്ച ചരിത്രമാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിലുള്ളത്. സീതി ഹാജി സൂചിപ്പിച്ച ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ സംവരണം എന്ന ആവശ്യം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ശമ്പളം കിട്ടാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾ വലിയ ശമ്പളം ഉണ്ട് എന്ന് കരുതുന്ന IPS IAS ഓഫീസർ അവരെക്കാൾ വലിയ ശമ്പളം നേടാൻ ഞങ്ങളിൽ ഒരാൾ ഒരു കുട്ട മീനുമായി കൊണ്ടോട്ടി അങ്ങാടിയിൽ ചെന്ന് കച്ചവടം നടത്തിയാൽ അതിൽ കൂടുതൽ വരുമാനം നേടാൻ ഞങ്ങൾക്ക് സാധിക്കും. എന്നാൽ സംവരണത്തിന് പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അധികാരത്തിലെ പങ്കാളിത്തമാണ് എന്ന അദ്ദേഹത്തിന്റെ വാചകം ഇക്കാലത്തും ഏറെ പ്രസക്തമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത് അതിന് ഭാരിച്ച ചെലവ് വരും എന്നാണ്. പക്ഷേ നവകേരള സദസ്സ് പോലുള്ള ഇതുകളിവിടെ ആഘോഷിക്കപ്പെടുകയും അതിനുള്ള ചെലവുകൾ ഈ ഗവൺമെന്റ് കണ്ടെത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഒരു ഏറ്റവും വലിയ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഈ ഗവൺമെന്റിന് തന്നെ അധികാരത്തിലേറ്റിയ ഇതിന്റെ പേര് പറഞ്ഞ് നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചൊരു സർക്കാർ ജാതി സെൻസസ് നടത്താൻ പൈസയില്ല എന്ന് പറയുന്നത് അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അത് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെയുള്ള മുഖം തിരിക്കലാണെന്ന് നിരന്തരം പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലുള്ള പ്രസ്ഥാനങ്ങൾ അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള റിസർവേഷൻ പോളിസിയിലെ അവസാനത്തെ ഉദാഹരണമാണ് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നതിന് ആരും എതിരല്ല. 4% ഭിന്നശേഷി സംവരണം നൽകണം, എല്ലാവരും അതിന് അനുകൂലമാണ്. പക്ഷെ അത് മറ്റൊരു സമുദായത്തിൻ്റെത് കവർന്നെടുത്തുകൊണ്ടാവരുത് എന്നുള്ളത് തുടക്കത്തിലെ ഇതിന്റെ ചർച്ചകൾ ഉണ്ടായപ്പോഴേ നിയമസഭയിൽ TV ഇബ്രാഹിം MLA പോലുള്ള ആളുകൾ സൂചിപ്പിച്ചിട്ട് പോലും അതിൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി, സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയായ R ബിന്ദു മറുപടി നൽകിയിട്ട് പോലും പിന്നെയും അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ എവിടെയോ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. MI തങ്ങൾ സ്റ്റഡി സർക്കിൾ സംഘടിപ്പിക്കുന്ന ജാതി സെൻസസ്, റിസർവേഷൻ, സാമ്പത്തിക സംവരണം തുടങ്ങിയ വിഷയങ്ങളിലുള്ള ക്യാമ്പസ് കൊളോക്യം ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, സംവരണം എന്നത് ഇടയ്ക്കിടെ നമ്മുടെ സാമൂഹിക മണ്ഡലങ്ങളിൽ ചർച്ചയാവുന്ന, ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. സംവരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ അത് നിരന്തരമായി ദേശീയ തലത്തിലും ഓരോ സംസ്ഥാനങ്ങളിലും നിരന്തരമായ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ പോലും സംവരണം ഒരു നിയമപരമായ അവകാശമായി നിശ്ചയിക്കപ്പെട്ട അവസ്ഥയിലും നമ്മുടെ ക്യാമ്പസിൽ പോലും നിരവധിയായ സംവരണ അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതും ഒരു വസ്തുതയാണ്. സംവരണ അട്ടിമറികൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ
നമ്മുടെ ക്യാമ്പസിലെ അധ്യാപകന് നേരെ നിയമ നടപടികൾ ഉണ്ടായി എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവതരമായ മേഖലകളിലേക്ക് നാം നമ്മുടെ ചിന്തയെ കൊണ്ടുപോകേണ്ടതുണ്ട്, നമ്മുടെ ചർച്ചകളെ വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മോട് കൂടെയുള്ളത് നിരവധി ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി യുവജന നേതാവ് ബഹുമാനനായ ടി പി അഷ്റഫ് അലി സാഹിബാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പമുള്ളത് അഭിഭാഷകനും ആക്ടിവിസ്റ്റും ഫാഷിസ്റ്റ് വിരുദ്ധ ചേരിയിലെ പ്രമുഖ സാന്നിധ്യവുമായ അഡ്വക്കേറ്റ് അനൂപ് വിയാർ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. സംവരണത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ തന്നെ സംവരണത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നുണ്ട്. പുതിയ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിച്ച ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വിവിധ വൈജാത്യങ്ങൾ കണ്ടു എന്നതാണ് ഇതിന്റെ ഒരു ആരംഭം. ഇങ്ങനെ സംവരണവുമായി ബന്ധപ്പെട്ട നിരവധിയായ ചർച്ചകൾ നടക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം, എന്താണ് സംവരണം, എന്തിനാണ് സംവരണം? അഷ്റഫ് അലി സാഹിബ്. ഹലോ. ആദ്യമേ വളരെ റിലവൻ്റായ, ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയ സംബന്ധമായി ഇതുപോലെ ഒരു ചർച്ച സംഘടിപ്പിച്ച മെയ്തങ്ങൾ സ്റ്റഡി സർക്കിളിൻ്റെ ഭാരവാഹികളെയും ഇവിടെ ഈ ഒരു ചർച്ചയ്ക്ക് വന്ന വിദ്യാർത്ഥികളെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയോടൊപ്പം സഞ്ചരിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന തന്നെ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു അഫർമേറ്റീവ് ആക്ഷനാണ് റിസർവേഷൻ, സംവരണം എന്നുള്ളത്. വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് എന്നോ സാമ്പത്തികമായി പിന്നാക്കമെന്നോ ഒരു സമയത്തും ഭരണഘടനയിൽ പറയാത്ത, അതല്ലെങ്കിൽ സംവരണം എന്ന് പറയുന്ന ഈ ഒരു അഫർമേറ്റീവ് ആക്ഷനെ ആ രീതിയിൽ കാണാത്ത ഒരു ചരിത്രമാണ് സംവരണത്തിനുള്ളത്. ആദ്യകാലഘട്ടങ്ങളിൽ ആളുകൾ മുറവിളി കൂട്ടിയത്, പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ അതിന്റെ മുറവിളികൾ വന്നത് തമിഴ് ബ്രാഹ്മണ ഉദ്യോഗ മേഖലയിലെ മേധാവിത്വത്തിനെതിരെയുള്ള ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും ഒന്നായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. മലയാളി മെമ്മോറിയൽ എന്നൊക്കെ പറയുന്ന ആ മൂവ്മെന്റ് ഉണ്ടായത് ഇവിടുത്തെ നായർ, ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം തുടങ്ങിയ എല്ലാ ആളുകളും ഒന്നിച്ച്, പ്രത്യേകിച്ചും അതിൽ നേതൃപരമായ പങ്ക് വഹിച്ചത് ഇന്ന് നമ്മൾ മുന്നാക്ക ജാതിക്കർ എന്ന് വിളിക്കുന്ന ആളുകളാണ്. അതിന് പ്രധാനപ്പെട്ട അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു തദ്ദേശീയമായ ആവശ്യമായിട്ടാണ് അതിനെ കണ്ടത്. അങ്ങനെ ഓരോ കാലത്തും ഏതു മേഖലയിൽ ഏത് വിഭാഗത്തിനാണോ പ്രാതിനിധ്യത്തിന്റെ കുറവുകളുള്ളത്, അവരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള മുറവിളികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ തന്നെ ആ വിധത്തിലുള്ള പ്രാതിനിധ്യ കുറവുകൾ വലിയ ചർച്ചയായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ഉദ്യോഗ മേഖലയിലുമാണ് നമ്മൾ സംവരണത്തെ കുറിച്ച് ഏറെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷ് പീരീഡിൽ ജനപ്രാതിനിധ്യത്തിൽ സംവരണം ഉണ്ടായിരുന്നു. ഇന്നും SC/ST സംവരണം എന്ന് പറഞ്ഞ് നമുക്കിടയിൽ ആ സംവരണമുണ്ട്. അതേസമയം അന്ന് ഡ്യുവൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന ഒരു കോൺസെപ്റ്റ്, മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി റിസർവ് ചെയ്ത മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി സർവേന്ത്യ മുസ്ലിം ലീഗിൽ നിന്നൊക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും അതുപോലെ തന്നെ വിവിധ നിയമസഭകളിലുമൊക്കെ അംഗങ്ങളായിരുന്നു. അപ്പോൾ പ്രാതിനിധ്യം എന്ന് പറയുന്നത് സകല മേഖലകളിലും ഉണ്ടാവേണ്ട ഒന്നാണ്. അത് ഉദ്യോഗത്തിലോ അതല്ലെങ്കിൽ
വിദ്യാഭ്യാസ മേഖലയിലെ മാത്രമായി ചുരുക്കേണ്ട ഒന്നല്ല. അത് ഭരണ സംവിധാനത്തിൽ ഉണ്ടാകണം, ലെജിസ്ലേച്ചറിൽ ഉണ്ടാവണം, ജുഡീഷ്യറിയിൽ ഉണ്ടാവണം, മീഡിയയിൽ ഉണ്ടാവണം. സകല മേഖലകളിലും പ്രാതിനിധ്യം ഉണ്ടാവുകയും എല്ലാ വിഭാഗത്തിന്റെയും വോയിസ് അവിടെ ഉയർന്നു കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഇൻക്ലൂസീവ്നെസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഇതിന്റെ ഈ സൗന്ദര്യത്തെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം ഇന്നുണ്ട്. ഇൻക്ലൂസീവ്നെസ് ഓഫ് ഡെമോക്രസി എന്നതിന് പകരം ഇവിടെ എക്സ്ക്ലൂസീവ്നെസ് ഓഫ് ഡെമോക്രസിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു വലിയ അപരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സെൻസസിനെ കുറിച്ച്, ജാതി സെൻസസിനെ കുറിച്ച്, റിസർവേഷനെ കുറിച്ച് വളരെ ധീരമായി ശബ്ദിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഇന്ത്യയിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട്, റിസർവേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഒരു പോരാട്ടമാണ് മണ്ഡൽ കമ്മീഷൻ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും അതിന് നേതൃനായകത്വം വഹിച്ച VP സിംഗ് എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും രാഷ്ട്രീയ നേതാവിനെയും ആ അർത്ഥത്തിൽ നമുക്ക് പരാമർശിക്കപ്പെടാതെ പോകുന്നത് അനുചിതമായി പോകും. തുടർന്നിങ്ങോട്ട് അതിന്റെ അലയൊലികൾ ഉണ്ടാവുകയും മണ്ഡലിനെതിരെ കമണ്ഡൽ എന്ന രീതിയിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ലാൽകൃഷ്ണ അഡ്വാനിയുടെ നേതൃത്വത്തിലുള്ള രഥയാത്ര ഉണ്ടാകുന്നു, ബാബരി മസ്ജിദിന്റെ തകർച്ചയുണ്ടാകുന്നു. അങ്ങനെ ഒരുപക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളുടെ ഒരു വലിയ കേദാരമായ ഈ നാടിൽ വലിയ സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച, പിന്നീട് അതൊരു വലിയ വിപ്ലവമായി മാറേണ്ടിയിരുന്ന OBC റിസർവേഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആ അർത്ഥത്തിൽ അവർ തകർത്ത് കളയുകയാണ്. പിന്നീട് അത് എത്രത്തോളം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി അതിന്റെ അറിയണമെങ്കിൽ ഡാറ്റ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ പിന്നീട് ജാതി സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ, റിസർവേഷനെ കുറിച്ച് പറയുമ്പോൾ അത് വർഗീയതയാണ് എന്നുള്ള ഒരു നരേഷൻ ഉണ്ടായത് പോലും ആ അർത്ഥത്തിലുള്ള BJPയുടെ ഇടപെടലാണ്, സംശയം അക്കാര്യത്തിലില്ല. പിന്നീട് മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും റിസർവേഷനെ കുറിച്ച് പറയാൻ ഭയമായി. അത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടുത്തെ മുന്നോക്കക്കാർക്ക് എന്ത് സംഭവിക്കും, ഇവിടുത്തെ മറ്റു ജാതികൾ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ ഭയപ്പെടുകയും നിശബ്ദരാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിനെയും, ഞാൻ നേരത്തെ VP സിംഗിന്റെ ഗവൺമെന്റിനെ പറഞ്ഞ പോലെ തന്നെ മൻമോഹൻ സിംഗിന്റെ UPA സർക്കാരിനെയും പറയാതെ ഇന്ത്യയിലെ സംവരണ വിഭാഗങ്ങൾക്ക് ഒരു ചർച്ച പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. പ്രത്യേകിച്ചും 27% OBC വിഭാഗത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം നൽകിയത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ്. ഉദ്യോഗ മേഖലയിൽ മണ്ഡൽ കമ്മീഷന്റെ ഭാഗമായി വന്നെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ അതുണ്ടാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളിൽ കാണുന്ന പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ വലിയ ഒരു ഉയർച്ച ഉണ്ടായത് അദ്ദേഹത്തിന്റെ ആ ധീരമായ നിലപാടുകൾ കൊണ്ടാണ്. അപ്പോൾ സംവരണം എന്ന് പറയുന്നത് തീർച്ചയായും അനിവാര്യമായും ഈ നാട്ടിൽ ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷണലി അതുപോലെ തന്നെ സോഷ്യലി ഒക്കെ നിലനിൽക്കുന്ന ഒരു ഇക്കോസിസ്റ്റത്തെ വളരെ ശക്തമാക്കുന്നതിന് വേണ്ടി, എല്ലാ വിഭാഗം ആളുകളുടെയും റെപ്രസെന്റേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അനിവാര്യമായും ഉണ്ടാകേണ്ട ഒന്നാണ്. CH മുഹമ്മദ് കോയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ ഉണ്ട്. കൊട്ടേഷൻ അദ്ദേഹത്തിന്റെ സംവരണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലുള്ള ഒരു മറുപടിയുണ്ട്. എത്ര കാലത്തേക്കാണ് സംവരണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒരു കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്നത് എത്ര കാലത്തേക്ക് തുടരാൻ പറ്റും, അത് ആ കുഞ്ഞിന് മറ്റൊരു ആഹാരം കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു പീരീഡ് വരെ, 2 വയസ്സ് വരെ, 2.5 വയസ്സ് വരെയൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണയായിട്ടുള്ളത് എന്ന് പറയുന്നത് പോലെ സംവരണം ലഭിക്കേണ്ട വിഭാഗത്തിന് അത് അർഹതയുള്ളതായി അല്ലെങ്കിൽ അർഹമായത് ലഭ്യമായി എന്ന് തോന്നുന്നത് വരെ അത് നൽകണം. അത് കഴിഞ്ഞു നൽകുന്നത് അത് വിഷമാണ് എന്നുള്ള രീതിയിൽ. ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ സംവരണ വിഭാഗം ആളുകളുടെ അവസ്ഥ എന്താണെന്നതിനെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് സർക്കാർ തന്നെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായി ഉണ്ടാകേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ജാതി സെൻസസ് ഇന്ത്യയിൽ വേണമെന്ന് എല്ലാവരും മുറവിളി കൂട്ടുന്നത്. ആർക്കാണ് ഇത്ര അധികം സംവരണ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഇതുകൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത്, ആർക്കാണ് കുറവുണ്ടായിട്ടുള്ളത്? ഗുണമുണ്ടായ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോഴും സംവരണം അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അവരെ മാറ്റണം, അത് തർക്കമില്ല. ആർക്കാണോ കുറവുള്ളത് അവർക്ക് നൽകുകയും വേണം. ഈ അർത്ഥത്തിലുള്ള ഒരു പഠനത്തിന് സർക്കാർ തന്നെ തയ്യാറാകണം എന്നുള്ള ഒരു വലിയ ഒരു മുദ്രാവാക്യമാണ് ജാതി സെൻസസ് എന്നുള്ള ഒരു മുദ്രാവാക്യം വഴി ഉണ്ടായിട്ടുള്ളത്.
ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പാർട്ടി എന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ മുൻകാലങ്ങളിൽ പലതരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന്റെ പ്ലീനറി പോലും തീരുമാനിച്ച് ജാതി സെൻസസ് ഒരു വലിയ മുദ്രാവാക്യമായി ഏറ്റെടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നു. മല്ലികാർജ്ജുന ഖാർഗെ വലിയ പ്രതീക്ഷയോടുകൂടി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതൊക്കെ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബീഹാറിലെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള ജാതി സെൻസസ് നടപ്പിലാക്കുന്ന രൂപത്തിലേക്കുള്ള അതിന്റെ കണക്കുകൾ പുറത്തു വന്നതൊക്കെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത്തരമൊരു മൂവ്മെന്റ് ഇന്ത്യയിൽ പുതിയ ഇന്ത്യ സഖ്യമൊക്കെ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു വലിയ പ്രതീക്ഷയായി തന്നെ റിസർവേഷൻ, അതുപോലെ തന്നെ ജാതി സെൻസസ് എല്ലാം ഇന്ന് വലിയ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ പിന്നാക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്ക് അവർക്ക് സാമൂഹികമായി ഭരണമേഖലയിലും എല്ലാം പ്രാതിനിധ്യം, ജനസംഖ്യാപരമായി പ്രാതിനിധ്യം നൽകുക എന്നതാണ് സംവരണത്തിന്റെ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, ജാതിയും മതവും ഒക്കെയാണോ സംവരണത്തിന്റെ അടിസ്ഥാനം? മോഡറേറ്റർ, സഹപാനലിസ്റ്റ്, യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ടി പി അഷ്റഫ് അലി, MI സ്റ്റഡി സർക്കിളിൻ്റെ ഇവിടുത്തെ സംഘാടക സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ MI തങ്ങളുടെ പേരിലുള്ള സ്റ്റഡി സർക്കിൾ ഇത്തരമൊരു സംവാദം സംവരണത്തെക്കുറിച്ച്, സെൻസസിനെ കുറിച്ച് ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് കേവലം യാദൃശ്ചികമോ ആകസ്മികമോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സംവരണത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി, ഏറ്റവും ആത്മാഭിമാനത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രതലമാണ് നിങ്ങളുടേതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിൽ സമീപകാലത്ത് സംഘപരിവാർ ഭരണകൂടം സവർണ സംവരണം ഏർപ്പെടുത്താൻ പാർലമെന്റിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ, ആ സന്ദർഭത്തിൽ എൻ്റേതുൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ പരാജയപ്പെട്ട സന്ദർഭത്തിൽ ഇവിടുത്തെ മുഴുവൻ ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി അതിനെ എതിർത്തത് 3 MP-മാരിൽ മുസ്ലിം ലീഗിൻ്റെ MP-മാർ 3 പേരാണ് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. അതിന് ചരിത്രത്തിൻ്റെ ഒരു നൈരന്തര്യമുണ്ട്, തുടർച്ചയുണ്ട്. അതപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവം മുതൽ പ്രതിനിധാനത്തിൻ്റെ, റെപ്രസെൻറ്റേഷൻ്റെ രാഷ്ട്രീയത്തെ മൂർത്തമായി ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അംബേദ്കർ ശ്രമിക്കുമ്പോൾ തന്നെ മുഹമ്മദ് അലി ജിന്ന അദ്ദേഹവുമായി പല വിഷയങ്ങളിലും യോജിപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും തല നിൽക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവത്തിന് കാരണം ഇന്ത്യ വിഭജനത്തിലേക്ക് വരെ നയിക്കുന്ന 2 പ്രശ്നങ്ങൾ, ഒന്ന് കൾച്ചറൽ ക്വസ്റ്റ്യനാണ്. ജിന്ന ഉന്നയിക്കുന്നത് പശുവിനെ തിന്നുന്നവനും പശുവിനെ ആരാധിക്കുന്നവനും 2 ദേശീയതകളാണെന്ന് പറയുന്നൊരു കൾച്ചറൽ ക്വസ്റ്റ്യനാണ്. 2 മുസ്ലിങ്ങളുടെ പ്രതിനിധാനവുമായി, റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തീർത്തും ജിന്നയുടെ ആശങ്ക 60-70 വർഷങ്ങൾക്ക് മുൻപ് പുലർത്തിയ ആശങ്ക അസ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് മാത്രമല്ല, UP-യിലെ മാത്രം മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു യൂറോപ്യൻ രാജ്യത്തെ ജനസംഖ്യയ്ക്ക് സമാനമാണെങ്കിൽ ഈ മുസ്ലിം പ്രതിനിധാനത്തെ തമസ്കരിക്കാനും തിരസ്കരിക്കാനും ഉള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ റെപ്രസെൻറ്റേഷൻ എന്ന പ്രശ്നത്തെ വളരെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ അതിൻ്റെ ചരിത്രം അഷ്റഫ് അലി നേരത്തെ സൂചിപ്പിച്ചു. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ഇവിടെ സംവരണത്തിൻ്റെ ആനുകൂല്യം അവകാശപ്പെടാത്ത, സംവരണത്തിന് വേണ്ടി ശബ്ദമുയർത്താത്ത ഒരു സമുദായങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം. ഇന്ന് സംവരണത്തിനെതിരെ ശബ്ദിക്കുന്ന മുന്നോക്ക സമുദായങ്ങൾ എന്ന് പറയുന്ന വിഭാഗം ഇവിടെ തിരുവിതാംകൂറിൽ പരദേശി ബ്രാഹ്മണർ, പട്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന തമിഴ് ബ്രാഹ്മണരുടെ ആധിപത്യം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ, മലയാളികൾക്കാവണമെന്ന് സംവരണത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ഘട്ടത്തിൽ മലയാളി മെമ്മോറിയലിൻ്റെ കൂടെ നിലനിന്നിരുന്ന സാമൂഹിക വിഭാഗങ്ങളാണ് ഈഴവർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ അടക്കമുള്ള ഇവിടുത്തെ ജനവിഭാഗങ്ങളെങ്കിൽ പിന്നീട് അത് അവസാനിപ്പിച്ച് ഭരണത്തിൻ്റെ നിർണായക സ്ഥാനങ്ങളിലേക്ക് ഈ മേൽപ്പറഞ്ഞ സമുദായങ്ങൾ കടന്നു ചെന്നപ്പോൾ അത് ചില ദീർഘദൂര ബസ്സിലെ യാത്രക്കാരുടെ യുക്തി. അപ്പോൾ ബസ്സിൽ
നമ്മൾ ബസ്സിൽ കയറുന്നത് വരെ നമ്മൾ പറയുന്ന ഒന്ന്, ബസ്സിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നില്ല എന്നുള്ളതാണ്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഈ ബസ് എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അധികാരത്തിന്റെ ഭാഗമായ സമുദായങ്ങൾ പിന്നീട് അധികാരത്തിൽ ഇടം ലഭിക്കേണ്ട ന്യായമായും അവകാശമുള്ള സമുദായങ്ങളെ ഒഴിവാക്കുന്ന സന്ദർഭത്തിലാണ് മലയാളി മെമ്മോറിയലിനെ തുടർന്ന് ഈഴവ മെമ്മോറിയൽ വരുന്നത്. അതിന്റെ നായകത്വം എന്ന് പറയുന്നത് ഈഴവ സമുദായം, മുസ്ലിം സമുദായം അടക്കമുള്ള സമുദായങ്ങൾക്കാണ്. അതിന് പിന്നീടൊരു തുടർച്ച, അത് നിരന്തരം ഇപ്പോഴും ഈ സമുദായങ്ങൾക്ക് അർഹിക്കുന്ന ജനസംഖ്യ അനുപാതികമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ സംവരണ വിരുദ്ധതയുടെ ഒരു ചരിത്രം, രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് അരുൺ ഷൂരിയെ പോലുള്ള ആളുകൾ സംവരണമേ വേണ്ട എന്ന നിലപാടിലെത്തുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മുൻപ് ഇന്ത്യയിൽ സംവരണം വേണ്ട, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സംവരണം നിർത്തലാക്കണമെന്ന് അരുൺ ഷൂരിമാർക്ക് ആത്മവിശ്വാസം കൊടുത്തത് EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വിപ്ലവ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് മേനി പറയുന്ന സർക്കാരാണ് സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയുള്ള ആദ്യമായി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ പ്രപ്പോസൽ അവതരിപ്പിക്കുന്നത്. അന്ന് കേരള കൗമുദിയുടെ പത്രാധിപർ സുകുമാരൻ അതിനെ എതിർക്കുന്നുണ്ട്. പത്രാധിപർ സുകുമാരൻ എതിർക്കുന്നത് മാത്രമല്ല, അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹം പറയുന്ന വളരെ പ്രശസ്തമായ, പലപ്പോഴും ഇത്തരം ചർച്ചകളിലൊക്കെ ആവർത്തിക്കപ്പെടുന്ന വാചകം എന്ന് പറയുന്നത് ഇതാണ്: മിസ്റ്റർ നമ്പൂതിരിപ്പാട് സംവരണം നിർത്തലാക്കണമെന്ന് പറഞ്ഞ് തന്റെ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ സംവരണ സമുദായാംഗങ്ങളായ ചാത്തനെയും ഗൗരിയെയും മജീദിനെയും എങ്ങനെ EMSനെ അഭിമുഖീകരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ആ പ്രസംഗത്തിന്റെ അലയൊലികൾ പിന്നീട് പല സ്ഥലങ്ങളിലും ആവർത്തിക്കുകയും അതിനെ തുടർന്ന് തൃശ്ശൂരിൽ ചേർന്ന അന്നത്തെ CPIയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നീട് അതിനെ തുടർന്ന് CH മുഹമ്മദ് കോയയെ പോലുള്ള നേതാവിന്റെ ചരിത്രപരമായ ഒരു സംഭാവന എന്ന് പറയുന്നത് EMSനെ പോലൊരാൾ ഒരു ലെജൻഡറി ഫിഗറായി ആർക്കും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ദൈക്ഷണിക നേതൃത്വമായി നിൽക്കുന്ന സമയത്ത് ജാതിയെ വളരെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് CH EMSനെ പോലൊരു നേതാവിനോട് CH ചോദിച്ചതുപോലെ CHന് മുൻപോ ശേഷമോ പിന്നീട് ആർക്കും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ജാതിയെ തന്നെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് EMS നമ്പൂതിരിപ്പാടിനോട് CH പറയുന്നത്, നമ്പൂതിരിപ്പാടിന്റെ പൂണൂൽ എന്ന് പറയുന്നത് വയറിന് പുറത്തല്ല, അകത്താണ്. നിങ്ങൾ ജാതി ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും ജാതി നിങ്ങളെ ഭരിക്കുന്നുവെന്ന് വളരെ കൃത്യമായി പറയുകയും അങ്ങനെ CHനെ പോലുള്ള ആളുകൾ, R ശങ്കറിനെ പോലുള്ള നേതാക്കന്മാർ വളരെ കൃത്യമായി മുഖ്യധാര ഇടതുപക്ഷത്തിനെതിരെ നിലപാടെടുത്തത് കൊണ്ടാണ് സംവരണത്തെ കുഴിച്ചു മൂടാനുള്ള അത്തരം പരിശ്രമങ്ങളെ മുളയിൽ നുള്ളേണ്ടി വന്നത്. പിന്നീട് മുസ്ലിം ലീഗ് വഹിച്ച ചരിത്രപരമായ പങ്കുണ്ട്. അന്നത്തെ UDFന്റെ ഒരു നയം തന്നെ സംവരണത്തെ സംരക്ഷിക്കുന്നതാക്കുന്നതിൽ അവസാനം 90കളുടെ അവസാനത്ത് AK ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട്, K കരുണാകരന്റെ ഗവൺമെന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപ്പിലാക്കുന്നുണ്ട് സംവരണ ഒഴിവ് നികത്താൻ. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രശ്നം വരുന്നത് ക്രിമിലിയർ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക ക്രിമിലിയർ സംരക്ഷണ നിയമം കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ അത് കൃത്യമായി ഞാൻ അതിന്റെ ഒരു ചരിത്ര പാശ്ചാത്തലം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. സംവരണത്തെ കുറിച്ച് പറയുമ്പോൾ സംവരണത്തിന്റെ ദാർശനികൻ എന്ന് നമുക്ക് പറയാവുന്ന ഒരാൾ അംബേദ്കറാണ്. മാർക്സിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അതുവരെയുള്ള ദാർശനികന്മാർ ലോകത്തെ നിർവചിക്കുകയും മാർക്സ് മാറ്റിമറിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ജാതിയെ മാറ്റിമറിക്കുന്നതിനെ കുറിച്ച് മാർക്സ് നിശബ്ദനായിരുന്നു. മാർക്സിസം നിശബ്ദമായിരുന്നു. മാർക്സിസം പറഞ്ഞത് ലോകത്തിൽ തൊഴിലാളി വർഗത്തെ മറികടന്ന്, മുതലാളിത്തത്തെ മറികടന്ന് തൊഴിലാളികൾ അധികാരത്തിൽ വന്നാൽ എല്ലാ അസമത്വങ്ങളും ഒലിച്ചു പോകുന്ന കൂട്ടത്തിൽ ജെൻഡർ ആകട്ടെ ജാതി ആകട്ടെ ഒലിച്ചു പോകുമെന്ന് പറയുന്നത് രൂഢമൂലമായ ഒരു അന്ധവിശ്വാസമായി മാർക്സിസം കൊണ്ടു നടക്കുകയും ഇന്ത്യൻ മാർക്സിസ്റ്റുകൾ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ജാതിയെ അഭിസംബോധന ചെയ്യുന്നതിൽ ഒരു വലിയ ചെയ്യുമ്പോഴാണ് അംബേദ്കർ പ്രതിനിധാനത്തിന്റെ, റെപ്രസെന്റേഷന്റെ ഒരു വലിയ ദാർശനികനായി അംബേദ്കർ മാറുന്നത്. ദക്കാർത്തിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഐ തിങ്ക് therefore I am. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ അംബേദ്കർ പറഞ്ഞത് ഐ റെപ്രസെന്റ് therefore I am. ഞാൻ എന്നെ പ്രതിനിധാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. എനിക്കുണ്ടാവണമെങ്കിൽ എൻ്റെ അസ്തിത്വത്തിന്, എൻ്റെ പ്രതിനിധാനത്തിന്റെ അവകാശം എനിക്ക് തന്നെ വേണമെന്ന് പറയുന്ന പ്രതിനിധാനത്തിന്റെ യുക്തിയെ ഒരു വലിയ രാഷ്ട്രീയ പ്രയോഗമായി, സിദ്ധാന്തമായി രൂപപ്പെടുത്തുന്നു എന്നുള്ളിടത്താണ് അംബേദ്കറിന്റെ പ്രസക്തി. അംബേദ്കറും ഗാന്ധിയും തമ്മിൽ വിയോജിക്കുന്നതാണ്. ഗാന്ധി
ജാതിയുടെ പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് പറയുമ്പോൾ ഗാന്ധി പറയുന്നത് ഐത്തോച്ചാടനം പോലെ നിങ്ങൾ കോളനികളിലേക്ക് പോകൂ, നിങ്ങൾ ഇവിടെ അദ്ദേഹം അവരെ ഹരിജനങ്ങളെന്ന് വിളിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അംബേദ്കർ വളരെ കൃത്യമായി പറയുന്നത് നിങ്ങളുടെ സ്നേഹമല്ല ആവശ്യം, ഞങ്ങൾ എങ്ങനെ ആവണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണം, ഞങ്ങളുടെ പ്രതിനിധാനം. അതാണ് ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള ഒരു വലിയ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അംബേദ്കർ മനസ്സിലാക്കാൻ അന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നാളിതുവരെ ഗാന്ധി തുടർന്നു വന്ന, ജവഹർലാൽ നെഹ്റുവിന്റെ ലിബറൽ ഡെമോക്രാറ്റിക് ആയ ധാര തുടർന്നു വന്ന, ഇന്ദിരാഗാന്ധിയുടെ സോഷ്യലിസം തുടർന്നു വന്ന ധാരയിൽ നിന്നൊക്കെ വളരെ കൃത്യമായി പ്രകാശവർഷങ്ങൾ അകലെ എന്ന് പറയാവുന്ന തരത്തിൽ ജാതി അഡ്രസ് ചെയ്യുന്നതിൽ നാളിതുവരെ ഒരു കോൺഗ്രസ് നേതാവും കാണിക്കാത്ത ഒരു വലിയ ഐതിഹാസികമായ സത്യസന്ധത രാഹുൽ ഗാന്ധി കാണിച്ചു എന്നുള്ളതാണ്. രാഹുൽ ഇപ്പോൾ അതിന്റെ തീർച്ചയായും മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിനെ കുറിച്ച് അഷ്റഫ് അലി സൂചിപ്പിച്ചു. രണ്ടാം മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ മണ്ഡലിൽ പറഞ്ഞത് തൊഴിൽ സംബന്ധിച്ചാണെങ്കിൽ, രണ്ടാം മണ്ഡലം എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗിനെ മാത്രമല്ല അർജുൻ സിംഗിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ബാബർ മസ്ജിദിന്റെ കാലത്ത് PV നരസിംഹറാവുവിനോട് അർജുൻ സിംഗ് പുലർത്തിയ വിമതത്വത്തിന്റെ അഭിപ്രായം നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിൽ, അദ്ദേഹം രണ്ടാം മണ്ഡലം എന്ന് പറയുന്ന വിപ്ലവകരമായ തീരുമാനത്തിലൂടെ ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ആദ്യമായി ഈ പറയുന്ന ദളിത് പിന്നോക്ക ബഹുജൻ സാന്നിധ്യത്തിന് കാരണമായത്, പിന്നീട് രോഹിത് വേമുലമാർ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ സംഭവിക്കാൻ കാരണമായത്, നജീബ് JNU പോലുള്ള ക്യാമ്പസിന്റെ ഇടങ്ങളിലേക്ക് പ്രവേശിക്കാൻ കാരണമായത്, അതിന്റെയൊക്കെ ആ പരിഷ്കാരങ്ങളുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളുടെ പേര് അർജുൻ സിംഗ് എന്നാണെങ്കിൽ, പിന്നീട് രാഹുൽ ഗാന്ധി അതിനെ അഡ്രസ് ചെയ്യുന്നത് രോഹിത് വേമുല സമരകാലത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം ആ ക്യാമ്പസിൽ അദ്ദേഹം കാഞ്ച ഇളയ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബഹുജൻ ചിന്തകനോടൊപ്പം സംസാരിക്കുമ്പോൾ അവിടെ ഇരിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ജാതി അഡ്രസ് ചെയ്യാതെ, ജാതിയുമായി ഒരു മുഖാമുഖം നിൽക്കാതെ നിങ്ങൾക്കൊരു ഇന്ത്യൻ സമൂഹത്തിനകത്തൊരു മാറ്റം കൊണ്ടുവരില്ല എന്ന് പറയുന്ന അത്തരം തിരിച്ചറിവുകളുടെ ഒരു വലിയ തുടർച്ചയായിട്ടാണ് ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇന്ന് എത്തിച്ചേർന്ന, രാഹുൽ ഗാന്ധി ഇന്ന് എത്തിച്ചേർന്ന നിലപാട്. അതൊരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, അത് കൃത്യമായി അദ്ദേഹം അതിനെക്കുറിച്ച് പറയുക മാത്രമല്ല, കോൺഗ്രസിനകത്തെ ഇലക്ട്രേറ്റിൽ അവിടുത്തെ പ്രവർത്തക സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇന്ന് കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ അതിലേക്ക് കടന്നു വരുന്നത്, നേതൃപരമായ പദവി വഹിക്കുന്നത്, അത് കൃത്യമായി ജാതി അഡ്രസ് ചെയ്യണമെന്നും ജാതിക്ക് ആനുപാതികമായ പ്രാതിനിധ്യം അധികാരത്തിന്റെ ഇടങ്ങളിൽ നിന്ന് ലഭിക്കണമെന്നും ഉള്ള വളരെ കൃത്യമായ രാഷ്ട്രീയമായ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഉൽപ്പന്നമാണ്. അപ്പൊ രാഹുൽ ഗാന്ധി അന്ന് അത് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ആ പത്രസമ്മേളനത്തിൽ അവിടുത്തെ പത്രപ്രവർത്തകരോട് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകരിൽ എത്ര SC ST ഉണ്ട്, അപ്പോൾ ആരുമില്ല, എത്ര OBC ഉണ്ട്, ഒരാൾ കൈപൊക്കുമ്പോൾ അത് ക്യാമറാമാൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന, വാർത്തകൾ ഉണ്ടാക്കുന്ന, വാർത്തകൾ വിതരണം ചെയ്യുന്ന, നമ്മുടെ പൊതുബോധത്തിൽ നിർണ്ണയിക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെയാണ് ചിന്തിക്കണമെന്ന് ഇവിടെ അജണ്ടകളുടെ ഫാക്ടറികളായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ പോലും ഈ പറയുന്ന അധികാരത്തിന്റെ ശ്രേണിയിൽ ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്ന് പറയുമ്പോൾ, ജാതി സെൻസസ് എന്ന് പറയുന്നത് അതൊരു ഏറ്റവും മിനിമം നീതിയുടെ ഒരു പ്രശ്നം മാത്രമാണ്. ഇത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിനെ മുൻവിധിയോടുകൂടി കാണേണ്ടതില്ല. ഏതെങ്കിലും സമൂഹത്തിനോ സമുദായത്തിനോ എതിരല്ല. അവിഹിതമായ ആനുകൂല്യം സംവരണത്തിലൂടെ ആരെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, അത് ഈ നാട്ടിലെ ഈഴവ സമുദായമാണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായമാണെങ്കിൽ കണക്കിന്റെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അവർ പുറത്തു പോകും. അപ്പോൾ ഇത് കൃത്യമായി ക്ലീൻ സ്ലേറ്റിൽ നിന്ന് ഒരു ജനാധിപത്യം തുടങ്ങാൻ ആരംഭിക്കാനുള്ള ഡാറ്റയുടെ, നമ്മളെ ഭരിക്കുന്ന ഊഹാപോഹങ്ങളുടെ സ്ഥാനത്ത് ഡാറ്റയുടെ തല എണ്ണി അടിസ്ഥാനപ്പെടുത്തി പ്രാഥമികമായി വേണ്ട ഇന്ത്യൻ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കാനുള്ള ഒരു വലിയ നടപടിയാണ്. അത് ബീഹാറിൽ നിതീഷ് കുമാർ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇടത്തിൽ അതിനെ അഭിസംബോധന ചെയ്യേണ്ട ബാധ്യത ഇവിടുത്തെ അധികാരത്തിലിരിക്കുന്ന മുഖ്യധാര ഇടതുപക്ഷത്തിനുണ്ട്. തീർച്ചയായും പ്രാഥമികമായി പറയാനുള്ളത് ഇതാണെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് തുടർന്ന് ചർച്ചകളിലൂടെ സംവദിക്കാമെന്ന് കരുതുന്നു. സംവരണം, ഇതിൻ്റെ ആവശ്യകത ഇവിടെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടു. ജാതി സെൻസസ് എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്നതും ഇവിടെ വിശദീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇന്ത്യയിലെ സംവരണം എന്ന് പറയുന്നത്
പ്രധാനമായ 2 മേഖലകളിലാണ്. ഒന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, 2 ഉദ്യോഗസ്ഥ മേഖലയിൽ. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരികയും അവർക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിൽ കൃത്യമായ പ്ലേസ്മെന്റ് നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ള സംവരണം ഈ ലക്ഷ്യത്തിന് എത്രത്തോളം പ്രാപ്തമാണ് എന്നതാണ് ചോദ്യം. ഒരിക്കലും അത് ഇപ്പോഴും ആ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ ഒരു 10% പോലും എത്തിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ റിസർച്ച് മേഖലയിൽ എത്ര ദളിതർ ഇവിടെ റിസർച്ച് മേഖലയിൽ അവർ അഡ്മിഷൻ കിട്ടി എത്തുന്നു എന്നത് പരിശോധിച്ചാൽ, അത് ഇന്ത്യയിലെ പ്രത്യേകിച്ചും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോയാൽ, IIT-കളിലേക്ക് പോയാൽ, IIM-കളിലേക്ക് പോയാൽ, അതല്ലെങ്കിൽ ഐസർ പോലെയുള്ള എയിംസ് പോലുള്ള മേഖലകളിലേക്ക് പോയാൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ കണക്കുകൾ പറയുന്നത് 1% പോലും ഇല്ല എന്ന രീതിയിലേക്കാണ്. ഇപ്പോൾ വന്ന റിസർച്ച് മേഖലയിലേക്കൊക്കെ ഇന്ത്യയിലെ സെൻട്രൽ സർവകലാശാലയിൽ വന്ന ആളുകളുടെ പോലും അവസ്ഥ എന്താണ്? രോഹിത് വെമുലയെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. കാൾ സാഗനെ പോലെ ആകാൻ വേണ്ടി കൊതിച്ച അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ അവർക്കുണ്ടായിട്ടുള്ള ജാതിപരമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി രോഹിത് വെമുലയുടേത് ഇന്ന് അക്കാദമിക സമൂഹം വിശേഷിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന വാക്കുകൊണ്ടാണ്. അതൊരിക്കലും ഒരു ആത്മഹത്യയാണ് എന്ന് പോലും പറയാൻ പാടില്ലാത്ത ഒന്നാണ്. അത്ര കണ്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായത്. ബംഗാരു ദത്താത്രേയ എന്ന് പറയുന്ന അന്നത്തെ ഹൈദരാബാദ് MP, അതുപോലെ തന്നെ മന്ത്രിയായിട്ടുള്ള വ്യക്തിയുടെയൊക്കെ ഇടപെടൽ നേരിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവത്തിൽ രോഹിത് വെമുലയുടേത് തീർച്ചയായും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. അതുണ്ടാക്കിയിട്ടുള്ള ഒരു അലയൊലികൾ ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ വളരെ വലുതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഈ ഒരു റിസർവേഷൻ്റെ, പ്രത്യേകിച്ച് അത് 2006 ശേഷമുള്ള 2008 കൂടിയൊക്കെയാണ് അത് പ്രാവർത്തികമായി വരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2021 15 വർഷം കൊണ്ടൊന്നും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരിക്കലും തന്നെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ, അതല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെയൊക്കെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇപ്പോഴും ഈ പറയുന്ന റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് എത്തി നോക്കാൻ പോലും പറ്റാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ രീതിയിലാണ്. ഇനി ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടി, അവർക്ക് ഇതുവരെ ഹോസ്റ്റൽ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട്, അവർക്ക് പഠിക്കാനുള്ള ഒരു ഇക്കോസിസ്റ്റം അവിടെ നിലവിലില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. എത്ര കുട്ടികളാണ് മദ്രാസ് IIT-യിൽ നിന്നും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ, ഇപ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കൊല്ലത്തുള്ള, എന്തുകൊണ്ട് ഇവരൊക്കെ ഈ രീതിയിലേക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു ചോദിച്ചാൽ അതിൻ്റെയൊക്കെ പിറകിൽ ഈ ജാതിപരമായ അധിക്ഷേപങ്ങൾ, ഈ ഒരു അപ്പർ ക്ലാസ്റ്റിൻ്റെ നിലപാടുകളൊക്കെ ഇതിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇത് ഒരിക്കലും തന്നെ അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ എത്രയോ അകലെയാണ്. വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവണം. അവിടെയാണ് ഇപ്പോൾ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള റിസർവേഷൻ വന്ന് അതിനെ വലിയ രീതിയിൽ അട്ടിമറിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളൊരു ഡാറ്റ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ തന്നെ, കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രശ്നമാണത്. മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ 1699 റാങ്ക് നേടി ഈഴവൻ പുറത്തു നിൽക്കുമ്പോഴാണ് 3146 റാങ്കുള്ള മുന്നോക്കക്കാരൻ അകത്ത് നിൽക്കുന്നത്. ഇത് ഗവൺമെൻറ് മേഖലയിലെ ഒരു കണക്കാണ്. അത് സെൽഫ് ഫിനാൻസിങ് മേഖലയിലേക്ക് എത്തുമ്പോൾ 35,000-ഓ 40,000-ഓ റാങ്കുള്ള ആൾ പോലും സർക്കാർ ഫീസിൽ പഠിക്കുകയും ഇവിടെ 5,000-ൻ്റെയും 10,000-ൻ്റെയും ഇടയിലുള്ള ആളുകൾ പോലും പുറത്തു പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. ഇത് എല്ലാ മേഖലയിലുണ്ട്. എൻട്രൻസ് അധിഷ്ഠിതമായി ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്ന എല്ലാ മേഖലയിലും ഇതുണ്ട്. അത് ഈ സർവകലാശാലയിലും ഇതെടുത്താൽ ഇതിൻ്റെയും ഏകജാലക സംവിധാനം വഴി ഡിഗ്രിക്കും PGക്കും റിസർച്ചിനും അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികളുടെ കണക്ക് പരിശോധിച്ചാലും ഈ ഒരു അന്തരം കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റിനെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു EWS-ൻ്റെ ഇംപ്ലിമെൻറ്റിങ് കേരളത്തിലുണ്ടായിരുന്ന ദൗർഭാഗ്യം. നേരത്തെ ഇവിടെ ആരും സൂചിപ്പിച്ചു, EMS ആണ് ആ ഒരു സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരു ആശയത്തെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കെ തന്നെ ഇത്രയും കാലം അതിനെ റെസിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ടു മുൻപായി കേന്ദ്രം അത് നടപ്പിലാക്കി. ഗുജറാത്ത് പോലും നടപ്പിലാക്കുന്നതിന് മുൻപായി കേരളം അത് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ഒരു മുന്നോക്ക ജാതി സംവിധാനങ്ങളെയൊക്കെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണ സംവിധാനം നിലനിൽക്കുന്നതിന് വേണ്ടി CPM കാണിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രീണിപ്പിക്കലാണ്.
ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊല്ലത്ത് വന്നുകൊണ്ട് നരേന്ദ്രമോദി പ്രസംഗിച്ചത് പോലും മുസ്ലിം ലീഗിനെതിരെയാണ്. നേരത്തെ അനുവദ് സൂചിപ്പിച്ചു എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ MP-മാർ അതിനെ എതിർത്തു എന്നുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രശംസയായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ ശശി തരൂരിനെതിരെയും NK പ്രേമചന്ദ്രനെതിരെയും മുന്നോക്ക വോട്ട് പോകരുത് എന്നുള്ളതാണ് നരേന്ദ്രമോദി അത് ഉദ്ദേശിച്ചതെങ്കിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും എന്താണ് സംവരണ വിഷയത്തിലുള്ള ലീഗിന്റെ സ്റ്റാൻഡ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ഈ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഉണർവിനെ പിറകോട്ട് വലിക്കാൻ മാത്രമാണ് ഇത് ഉപകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് തുടർന്ന് വരാം. ഇപ്പൊ എനിക്ക് ഈ ഒരു ചർച്ചയുടെ ഭാഗമായി പോലും ആവശ്യപ്പെടാനുള്ളത് ഈ EWS റിസർവേഷൻ നടപ്പിലാക്കിയതിന്റെ ഇമ്പാക്റ്റ് 10% നടപ്പിലാക്കിയത്. അതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് റിവ്യൂ ചെയ്യാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ്. അങ്ങനെ റിവ്യൂ ചെയ്യാൻ സർക്കാർ തയ്യാറായാൽ മാത്രമേ ഇവിടെ എത്രത്തോളം സംവരണ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ ഇവിടെ നരേന്ദ്ര കമ്മീഷന്റെ ഇത് പറഞ്ഞു, ബാക്ക്ലോഗ് ഉണ്ടാകുന്നത് യഥാർത്ഥമായ സംവരണ വിഭാഗങ്ങൾക്ക് ഉദ്യോഗങ്ങളും മറ്റും നൽകാതെ അതിനെ അട്ടിമറിച്ച് അത് ക്യുമുലേറ്റ് ചെയ്ത് വന്നതാണ്. ഇപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് ഈ EWS റിസർവേഷന്റെ ഭാഗമായി ഈ അവസരങ്ങളുടെ നിഷേധം ഉണ്ടാകുന്നു. അത് ക്യുമുലേറ്റ് ചെയ്ത് ഇനിയൊരു മറ്റൊരു പ്രക്ഷോഭത്തിൽ വന്നാൽ മാത്രമേ ഇത് ആളുകൾ പഠിക്കുകയോ റിവ്യൂ ചെയ്യുകയോ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി കേരളത്തിന്റെ സർക്കാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള 10% മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുള്ള ഈ ഒരു റിസർവേഷൻ പുനഃപരിശോധിക്കുകയും ഇത്ര വേണമോ എന്നുള്ളതിനെ കുറിച്ച് പുനരാലോചന ചെയ്യുകയും ചെയ്യണം. ഇല്ല എങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും വലിയൊരളവോളം സംവരണ വിഭാഗങ്ങൾ വീണ്ടും അകറ്റി നിർത്തപ്പെടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി വരികയാണ്. ഇവിടെ അവസാനം സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി 2019 ജനുവരിയിലാണ് കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്നത്. അത് അത്തരമൊരു ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ 2020 ഒക്ടോബറിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും അത് നടപ്പാക്കുകയാണ്. 10% വരെ സംവരണം നൽകാം എന്നൊരു നിർദ്ദേശം വരുമ്പോൾ പൂർണ്ണമായും 10% നടപ്പാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അതിനെതിരേറ്റത്. അതിന്റെ 2 വർഷം മുമ്പ് തന്നെ ദേവസ്വം ബോർഡിൽ ഇത്തരത്തിൽ സവർണർക്ക് 10% സംവരണം നടപ്പാക്കി കഴിഞ്ഞിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവുന്നു. ഇനി ആരാണ് ഇതിൽ പരിഗണിക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ 2.5 ഏക്കർ ഗ്രാമപഞ്ചായത്താണെങ്കിൽ 2.5 ഏക്കർ ഭൂമിയുള്ളവർക്ക്, അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ പ്രമുഖ നഗരങ്ങൾ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങളിൽ സ്വന്തമായി 50 സെന്റ് ഭൂമി കൈവശമുള്ളവർ വരെ ഈ ഒരു സംവരണത്തിന്റെ ഉള്ളിൽ വരും എന്നത് ആലോചിക്കുമ്പോൾ ഇതിന്റെ ഒരു അവസ്ഥ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. സ്വാഭാവികമായി സാമ്പത്തിക സംവരണത്തിനെതിരെ ഉള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ ചരിത്രം പരിശോധിച്ചാൽ കെ കരുണാകരൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ അഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിലുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കുകയും സർക്കാരിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ ഇറങ്ങിപ്പോവുകയെല്ലാം ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ സ്വാഭാവികമായി ഇതിനുള്ള ചർച്ചകൾ വരുമ്പോൾ നിഷ്കളങ്കമായ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൂടി സംവരണം ആവശ്യമല്ലേ, സാമ്പത്തികമല്ലേ ജാതിയേക്കാൾ ഇതിന് പരിഗണിക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? അത് വളരെ നിഷ്കളങ്കമായി ഉന്നയിക്കപ്പെടുന്ന, പെട്ടെന്ന് ആരെയും കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പേരിലുള്ള ഒരു അനുതാപപൂർവമായ ചോദ്യം. കുറച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിച്ചത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. അതിന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് സംവരണം എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല എന്നുള്ളതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ വേറെ തരത്തിൽ സഹായിക്കാവുന്ന മേഖലകളിൽ സഹായിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുക. സംവരണം എന്ന് പറയുന്നത് ഒരു പ്രതിനിധാനത്തിന്റെ, റെപ്രസെന്റേഷന്റെ, ചരിത്രപരമായി പിന്നോക്കം നിൽക്കേണ്ടി വന്ന, അധികാരത്തിൽ അർഹമായ വിഹിതം ലഭിക്കാതെ പോയ ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇടം കൊടുക്കാൻ ഒരു നഷ്ടപരിഹാരം എന്ന രീതിയിൽ രൂപപ്പെടുന്ന ഒന്നാണ്. സമ്പത്തും ഈ പറയുന്ന ജാതിയും തമ്മിലുള്ള, സമ്പത്തുള്ളത് കൊണ്ട് ജാതി പോകുന്നില്ല എന്നുള്ളതിന്റെ ക്ലാസിക്കലായുള്ള ഉദാഹരണം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൽ സ്വന്തമായി കാറുള്ള 2 ആളുകൾ എന്ന് പറയുന്നത്
തിരുവിതാംകൂർ മഹാരാജാവ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ആലമ്മൂട്ടിൽ ചാന്നാർ എന്നൊക്കെ പറയുന്ന കോൺഗ്രസ് നേതാവായിരുന്ന AP ഉദയഭാനുവിന്റെ പ്രപിതാമഹനായിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വലിയ മേട എന്ന് പറയുന്നത് അവരുടെ കുടുംബഗൃഹമാണ്. അത്രയും സമ്പന്നൻ, തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന, രാജാവ് കഴിഞ്ഞാൽ കാറ് ഉള്ള, പലപ്പോഴും തിരുവിതാംകൂർ രാജാക്കന്മാർ പോലും കടം വാങ്ങിക്കുന്ന. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ രസം, അദ്ദേഹം കാറ് മേടിക്കുന്നു. കാറ് മേടിച്ച് അദ്ദേഹത്തിന്റെ ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ഈ കാറുമായി ആലമ്മൂട്ടിൽ ചാന്നാർ പോകുമ്പോൾ അദ്ദേഹത്തിന് ഡ്രൈവറായ നായരായ ആൾക്ക് വൈക്കം ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലൂടെ പ്രവേശിക്കാം. അപ്പൊ സംഭവിക്കുന്നത് എന്താ, ആ റോഡ് എത്തുമ്പോൾ ഈ കാറിന്റെ മുതലാളി ഇറങ്ങി നിൽക്കുകയും ഡ്രൈവർ ഓടിക്കുകയും ചെയ്യുന്ന വലിയ ചരിത്രത്തിലെ ഒരു ചരിത്രപരമായ ഒരു സംഭവം. അത് മനസ്സിലാക്കുന്നത് സമ്പത്ത് കൊണ്ട് നിങ്ങൾ എത്രമേൽ സമ്പന്നനായാലും നിങ്ങളുടെ ജാതീയപരമായ അവസ്ഥയെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതേ വാദം പിന്നീട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. മനത്ത് പത്മനാഭൻ സംവരണത്തിനെതിരെ സംസാരിക്കുന്ന സമയത്ത് തങ്ങൾ കുഞ്ഞു മുസ്ലിയാരെ പോലെ വലിയ മുതലാളികളുള്ള മുസ്ലിം സമുദായത്തിന്, അതുപോലെ ശതകോടീശ്വരന്മാരുടെ ഈഴവ സമുദായത്തിന് അവർക്ക് സംവരണത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ അതിന് മനസ്സിലാക്കേണ്ടത്, അതിനെ വായിച്ചെടുക്കേണ്ടത്, ഇത് സമ്പത്തിന്റെ പ്രശ്നമല്ല, ജാതീയമായ അവസ്ഥ എന്ന് പറയുന്നത് സാമ്പത്തികമായി ശാക്തീകരണം കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. അത് വളരെ കൃത്യമായി ലോഹ്യ, രാമമനോഹർ ലോഹ്യ അതിനെ നിർവചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മാറാൻ കഴിയാത്ത വർഗമാണ് ജാതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് വർഗം മാറാം, നിങ്ങളുടെ ക്ലാസ് പൊസിഷൻ. ഒരു മുതലാളിക്ക് തൊഴിലാളിക്ക് പൈസ ഉണ്ടെങ്കിൽ മുതലാളിയാവും മാറാൻ വഴി. പക്ഷെ നാളെ ഗുരുവായൂർ അമ്പലത്തിൽ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയാലും അവിടെ ജാതി മാറാൻ, അവിടുത്തെ അധികാരം കിട്ടാൻ, അവിടെ മേൽശാന്തിയാകാൻ. ഇപ്പൊ സുരേഷ് ഗോപി പറയുന്നത് അദ്ദേഹത്തിന് തന്ത്രിയായി ജനിക്കണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? സുരേഷ് ഗോപി വലിയ സൂപ്പർ സ്റ്റാർ ആണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ജാതീയമായ നിലയെ മറികടക്കാൻ കഴിയില്ല. ജാതി എന്ന് പറയുന്ന ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു. പണ്ട് സംവരണ കാലത്ത് EMS തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ചത്, അദ്ദേഹം തൃശ്ശൂരിലെ ഏറ്റവും വലിയ ബഹുനില കെട്ടിടമാല എലൈറ്റ് ഹോട്ടലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത്, ഈ എലൈറ്റ് ഹോട്ടലിന്റെ മുതലാളി എന്ന് പറയുന്നത് ഈഴവനാണ്. ആ എലൈറ്റ് ഹോട്ടലിന്റെ മുതലാളിയെ പോലുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നിരവധിയായ മുതലാളികൾ MA യൂസഫലി ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ വേറെ മുതലാളിമാർ ഉണ്ടായതുകൊണ്ട് മുസ്ലിം സമൂഹത്തിനും അതുപോലെ നിരവധിയായ ആളുകൾ സാമ്പത്തികമായി ഉയർന്നു വരുന്നത് കൊണ്ട് ഇവിടുത്തെ പിന്നോക്ക സമൂഹങ്ങൾക്കോ സമുദായങ്ങൾക്കോ സംവരണം എന്ന് പറയുന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട സാമൂഹിക സാഹചര്യമില്ല. അതിനാവശ്യം നേരത്തെ പറഞ്ഞ സെൻസസ് ആണ്, കണക്കെടുപ്പാണ്. കണക്കെടുപ്പിൽ വളരെ കൃത്യമായി ഈ സമൂഹത്തിൽ എത്ര ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഗവൺമെന്റ് ജോലി എത്രയുണ്ട്, അതിലിവിടുത്തെ റെപ്രസെന്റേഷൻ എത്രയാണ്, പ്രതിനിധാനം എത്രയാണ്, അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ, ഇനിയും ആ സമൂഹത്തിന് സമുദായത്തിന് സംവരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് വളരെ മുൻവിധികളില്ലാതെ അത് സെൻസസിലൂടെ നമ്മൾ പറയുന്നത് എന്താ, സെൻസസ് നടപ്പിലാക്കണം. സെൻസസ് നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ആളുകൾ ഇതിനെ സാമ്പത്തിക സംവരണം എന്ന് വിളിക്കുന്നതിൽ പോലും ഒരു വലിയ ശരികേടുണ്ട്, തെറ്റായ ഒരു കോയിനേജാണ്. അങ്ങനെ ഒരു പദം പോലും പറയുമ്പോൾ അത് സാമ്പത്തിക സംവരണമല്ല. സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് ഓപ്പണായി സമൂഹത്തിലെ എല്ലാ സാമ്പത്തികമായ ദുർബലരായ വിഭാഗങ്ങൾക്കും വേണ്ടി വിഭാവനം ചെയ്യപ്പെട്ടുള്ള സംവരണമല്ല, അത് സവർണ സംവരണമാണ്. സവർണർ, കേരളത്തിലെ സവർണർ പോലും 10% ഉണ്ടോ എന്നുള്ളത് വലിയൊരു മിഥ്യയാണ്. ഇപ്പോഴും പരിഹരിക്കാൻ കഴിയാത്ത, നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത, ഡാറ്റകളില്ലാത്ത എത്രയാണ് കേരളത്തിലെ സംവരണം ആവശ്യത്തിന് പുറത്തു നിൽക്കുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇനിയും കണ്ടുപിടിക്കപ്പെടാത്ത ഒരു സമസ്യയാണ്. അതിനകത്ത് സാമ്പത്തികമായി പിന്നോക്കം ഇല്ലാത്തവർ എന്ന് പറയുന്നത് 10% ഇല്ല എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർക്ക് വീണ്ടും സംവരണം കൊടുക്കുകയാണ്.
അപ്പോൾ സംവരണത്തിന്റെ തന്നെ മെത്തഡോളജിയെ, രീതിശാസ്ത്രത്തെ, അതിന്റെ ഫിലോസഫിയെ തോൽപ്പിക്കുകയാണ്. നേരത്തെ ദേവസ്വത്തിന്റെ കാര്യം പറഞ്ഞു. കൊല്ലങ്ങളായി ഇവിടുത്തെ ദേവസ്വവുമായി, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 70% ജോലികൾ പരമ്പരാഗതമായി സവർണ സമൂഹത്തിൽപ്പെട്ട ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും സംവരണം കൊടുക്കുന്നതിന്റെ അർത്ഥം ഈ ജനറൽ കോട്ട കുറച്ചു കൊണ്ടുവരികയും ആ ജനറൽ കോട്ടയിൽ നിന്ന് വളരെ കൃത്യമായി ഈ ഓപ്പൺ മെറിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് പരമാവധി സംവരണം, നേരത്തെ അഷറഫ് അലി സൂചിപ്പിച്ചു, MBBSുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഇപ്പോ ഇവിടെ പലപ്പോഴും മെറിറ്റുമായി ബന്ധപ്പെട്ട് സംവരണം മെറിറ്റിനെതിരാണ് എന്ന് പറയുന്ന വാദം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത് ഈഴവർ, ദളിതർ, മുസ്ലിങ്ങളൊക്കെ സംവരണത്തിന്റെ ആനുകൂല്യം നേടിക്കൊണ്ട് യോഗ്യതയെ മറികടക്കുന്നു എന്ന് ഇന്നലകളിൽ ആക്ഷേപം ഉന്നയിച്ച ആളുകൾക്ക് ഇപ്പോൾ പറയാനില്ല. കാരണം അതിനേക്കാളൊക്കെ ഒരുപാട് താഴെയാണ് ഈ പറയുന്ന നേരത്തെ സംവരണേതര വിഭാഗങ്ങൾ എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ നിന്ന് സംവരണം നേടിയ ആളുകൾ വരുന്നത്. ഇത് എല്ലാ സ്ഥലത്തും. ഇപ്പോ എനിക്കറിയാം, എൻ്റെ വൈഫ് എയിംസിന്റെ എൻട്രൻസ് എഴുതുമ്പോൾ വളരെ സംവരണത്തിൽ വളരെ കുറച്ചൊരു 2000-1500 റാങ്ക് കിട്ടിയാൽ പോലും കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം. പുതിയ സാഹചര്യത്തിൽ അത് സംവരണ വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർ എന്ന് പറയുന്ന ഈ പാവപ്പെട്ടവരുടെ നിർവചനം പോലും പ്രശ്നവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. എറണാകുളം പോലൊരു നഗരത്തിൽ ഏക്കർ കണക്കിന് ഭൂമിയുള്ളവനും ഈ പാവങ്ങളുടെ ലിസ്റ്റിൽ വരികയും സർക്കാർ ജോലിയില്ലാത്ത ആളുകളും കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കടലാസിൽ മാത്രം ദരിദ്രരായി അവശേഷിക്കുകയും ഈ പറയുന്ന സമ്പത്ത്, സാമൂഹിക പദവി കാലങ്ങളായി ആർജിച്ചു വരുന്ന വിഭാഗങ്ങൾ അത് തുടരുകയും മറ്റു വിഭാഗങ്ങൾ ഇപ്പോഴും അധികാരത്തിന്റെ മുഖ്യധാരയിൽ ഇടം നേടാത്ത വിഭാഗങ്ങൾ അത് അങ്ങനെ അവശേഷിക്കുകയും ചെയ്യുകയും സംവരണത്തിന്റെ തന്നെ അടിസ്ഥാന തത്വങ്ങളെ പരാജയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ EWS പോലുള്ളതിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതിനൊക്കെ ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് ഇതിന് ഇത് സമുദായങ്ങൾ തമ്മിലുള്ള പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയുന്ന പൊതുബോധത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒന്ന്, ഇങ്ങനെ പറയുന്ന ആളുകളെ നിങ്ങൾ ജാതി പറയുന്നു, മെറിറ്റിനെതിരെ സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയേണ്ടത്, നമുക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള മുൻവിധികളുമില്ല. നമുക്കൊരു ക്ലീൻ സ്ലേറ്റിൽ നിന്ന് സംസാരിച്ചു തുടങ്ങാം. ജാതി സെൻസസ് എടുക്കട്ടെ. എന്തുകൊണ്ടാണ് ഒരു ജാതി സെൻസസിനെ ഭയപ്പെടുന്നത്? ഇവിടുത്തെ സർക്കാർ ഉദ്യോഗത്തിൽ, വിഭവങ്ങളിൽ, ജോലിയിൽ, അധികാരത്തിൽ ആർക്കൊക്കെയാണ് വിഹിതം ലഭിക്കുന്നത്? അങ്ങനെ വിഹിതം അനർഹമായ ആരെങ്കിലും സംവരണത്തിലൂടെ നേടുന്നുവെങ്കിൽ അവർ പുറത്താക്കപ്പെടട്ടെ. പക്ഷേ അത് സംവരണത്തിന്റെ പ്രതിനിധാനത്തിന്റെ യഥാർത്ഥ പ്രശ്നമായി അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക്, ജാതിയുമായി ബന്ധപ്പെട്ട, സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ഇപ്പോൾ ലഭ്യമായ ഏക പരിഹാരം എന്ന് പറയുന്നത് ജാതി സെൻസസ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ നിരന്തരം ആവർത്തിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലുടനീളം അത്തരം പുതിയ പ്രക്ഷോഭങ്ങൾ തുറന്നു വന്നിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത് അതിന് ഭാരിച്ച ചെലവ് വരും എന്നാണ്. പക്ഷേ നവകേരള സദസ്സ് പോലുള്ള ഇതുകളിവിടെ ആഘോഷിക്കപ്പെടുകയും അതിനുള്ള ചെലവുകൾ ഈ ഗവൺമെന്റ് കണ്ടെത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഒരു ഏറ്റവും വലിയ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ഈ ഗവൺമെന്റിന് തന്നെ അധികാരത്തിലേറ്റിയ, ഇതിന്റെ പേര് പറഞ്ഞ്, നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചൊരു സർക്കാർ ജാതി സെൻസസ് നടത്താൻ പൈസയില്ല എന്ന് പറയുന്നത് അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അത് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെയുള്ള മുഖം തിരിക്കലാണെന്ന് നിരന്തരം പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലുള്ള പ്രസ്ഥാനങ്ങൾ അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായും. പിന്നെ ഈ സാമ്പത്തിക സംവരണം അഥവാ സവർണ സംവരണം മുന്നോട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ അപകടകരമായ ചില കണ്ടെത്തലുകൾ, നമ്മൾ നേരത്തെ അഷ്റഫ് അലി സാഹിബ് സൂചിപ്പിച്ചതുപോലെ റാങ്ക് ലിസ്റ്റിൽ വളരെ മുന്നിലുള്ള ആളുകൾ അവർ ലിസ്റ്റിൽ നിന്ന് അഡ്മിഷനിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വരികയും പിന്നിലുള്ള റാങ്ക് ലിസ്റ്റിൽ വളരെ പിന്നിലുള്ള സവർണ സമുദായ അംഗങ്ങൾ ഇങ്ങനെ ഇതിന്റെ പേരിൽ അഡ്മിഷൻ നേടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമാണോ ഇതിന്റെ അടിസ്ഥാനം തുടങ്ങിയ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചരിത്രം, നിയമസഭയിൽ ഇത്തരം ഒരു ചർച്ച കടന്നു വരുമ്പോൾ സീതി ഹാജി സൂചിപ്പിച്ച ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ സംവരണം എന്ന ആവശ്യം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ശമ്പളം കിട്ടാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾ വലിയ ശമ്പളം ഉണ്ട് എന്ന് കരുതുന്ന IPS IAS ഓഫീസർ അവരെക്കാൾ വലിയ ശമ്പളം നേടാൻ ഞങ്ങളിൽ ഒരാൾ ഒരു കുട്ട മീനുമായി കൊണ്ടോട്ടി അങ്ങാടിയിൽ ചെന്ന് കച്ചവടം നടത്തിയാൽ അതിൽ കൂടുതൽ വരുമാനം നേടാൻ ഞങ്ങൾക്ക് സാധിക്കും. എന്നാൽ
സംവരണത്തിന് പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അധികാരത്തിലെ പങ്കാളിത്തമാണ് എന്ന അദ്ദേഹത്തിന്റെ വാചകം ഇക്കാലത്തും ഏറെ പ്രസക്തമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ സംവരണം അതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നിരന്തരമായി കേൾക്കുന്ന ഒരു വാചകമാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്നത്. മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എത്രത്തോളം ദയനീയമാണ് എന്ന് വിശദീകരിക്കുന്നതായിരുന്നു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. ആ റിപ്പോർട്ട് അനുസരിച്ചുള്ള ചില നീക്കങ്ങൾ ഉണ്ടായി. സംവരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ സംവരണം അത് നിരന്തരമായി വെട്ടിക്കുറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. 80-20 ആകുന്നു, വീണ്ടും അതിൽ വെട്ടിക്കുറക്കലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ സ്വാഭാവികമായി വർഗീയ ശക്തികൾ അതിൽ ഇടപെടുകയും സംവരണ സമുദായങ്ങളിൽപ്പെട്ട ആളുകളിൽ തന്നെ വർഗീയമായി വേർതിരിവുകൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. മുസ്ലിം സമുദായം അനർഹമായി നേടിയെടുക്കുന്നു, അവർക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉണ്ട് എന്നുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എത്രത്തോളം അതിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്? മുസ്ലിം സമുദായം അനർഹമായി വല്ലതും നേടിയെടുക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഒരു ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ടാണെന്നാണ് പലരും ധരിച്ചിട്ടുള്ളത്. ഒരിക്കലും തന്നെ അതൊരു ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ടല്ല, അത് എക്സ്ക്ലൂസീവ്ലി ഫോർ മുസ്ലിംസ് എന്നാണ്. കേരളത്തിലെ ഗവൺമെൻറ് പോലും അതിനെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളതാക്കി മാറ്റി. ആ സമയത്തുണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിലെ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മീഷനാക്കി ഇവിടെ വെച്ചുകൊണ്ട് 100% മുസ്ലിങ്ങൾക്ക് വേണ്ടി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന കമ്മീഷൻ, അതിൻ്റെ പഠനങ്ങൾ, അതിൻ്റെ വളരെ ഭീതികരമായിട്ടുള്ള കണക്കുകൾ എത്രത്തോളം എന്ന് വെച്ചാൽ അതിൽ പറയുന്നത് ഇന്ത്യയിലെ മൊത്തം പെർസ്പെക്റ്റീവ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ കോളനികളിൽ ഹരിജനങ്ങളും ഗിരിജനങ്ങൾക്കും സമാനമായ രീതിയിൽ പോലും അല്ലാതെ അതിൻ്റെ എത്രയോ താഴെയാണ് ഇന്ത്യയിലെ മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിതാവസ്ഥ എന്ന് പറയുന്നുണ്ട്. ബംഗാളിലെത്തുമ്പോൾ എവിടെയാണോ ഇലക്ട്രിക് പോസ്റ്റ് അവസാനിക്കുന്നു അവിടെ നിന്ന് അങ്ങോട്ട് മുസ്ലിം ഗ്രാമങ്ങൾ തുടങ്ങുന്നു എന്ന ഒരു രീതിയിലേക്ക് സച്ചാർ കമ്മീഷൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നിലവിലുള്ള സാമൂഹിക അവസ്ഥയെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കേരളത്തിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാവേണ്ടിയിരുന്ന പല റെമഡിയൽ മെഷേഴ്സിനെയും അട്ടിമറിച്ച ചരിത്രമാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനുള്ളത്. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അതിൽ ഒരുപാട് 15 പ്രവർത്തനങ്ങളുമായി വന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് 15 ഐറ്റം എന്നുള്ള രൂപത്തിലേക്ക് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. സ്കോളർഷിപ്പുകൾ കൊണ്ടുവന്നു. പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, മൗലാന ആസാദ് ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഭാഗമായി കൊണ്ടുവന്നു. അതിലൊക്കെ ഒരുപാട് റിസർച്ചിനും മറ്റും നിരവധിയായുള്ള തുകകൾ വകയിരുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യഥേഷ്ടം അതിൽ റെക്കമെൻഡേഷൻസ് ഉണ്ടായി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസുകൾ ഇന്ത്യയിൽ 5 തുറക്കണം എന്നുള്ള രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോലും ഇപ്പോൾ ഉറുദു മീഡിയം ITIകൾ ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ അത്തരത്തിലൊരു സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ നടപ്പിലാകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ അന്ന് ഇടതുപക്ഷം ഭരിച്ചു എന്നുള്ളതാണ്. പാലോളി മുഹമ്മദ് കുട്ടിയുടെ പേരിൽ ഒരു കമ്മീഷൻ ഉണ്ടാവുകയും 100% മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകേണ്ടിയിരുന്ന സച്ചാർ കമ്മീഷന്റെ റെമഡിയൽ മെഷേഴ്സ് അത് 80-20 എന്ന അനുപാതം അന്നേ കൊണ്ടുവന്നുകൊണ്ട് 20% ഇവിടുത്തെ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായി. മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നതിൽ ആരും എതിർപ്പല്ല. പക്ഷെ അവർക്ക് പ്രത്യേകമായി ഒരു കമ്മീഷനെ വെക്കുകയും അവരെക്കുറിച്ച് പഠിക്കുകയും അവർക്ക് കുറവുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. SC/ST കുറവുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ഇന്ത്യയിലെ ഏത് ജനവിഭാഗത്തിന് ഇവിടെ കുറവുകളുണ്ടോ ആ കുറവുകൾ നികത്താൻ ആർക്കും കമ്മീഷനെ വെക്കാം, പഠിക്കാം, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാം. ആ നിർദ്ദേശം അടിസ്ഥാനത്തിൽ സർക്കാരിന് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളെടുക്കാം. അതിനാരും എതിർക്കുന്നില്ല, അതിനാരും വർഗീയമായും കാണില്ല. അതൊരു സാമൂഹികപരമായിട്ടുള്ള ഉന്നമനത്തിന്റെ ഒരു സർക്കാരിന്റെ ഒരു ഇടപെടലായിട്ട് എല്ലാവരും കാണുകയുള്ളൂ. എന്നാൽ ഇവിടെ നേരെ തിരിച്ചുണ്ടായി. പിന്നീട് ഇപ്പോൾ ഈ അടുത്തിടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ ജാതീയമായ വർഗീയമായ ചേരിതിരിവിന്റെയും വേർതിരിവിന്റെയും അതല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന CPMന്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു നരേഷൻ എന്ന് പറയുന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള മൈനോറിറ്റികൾക്ക് അമിതമായ സ്കോളർഷിപ്പ് നൽകുന്നു, മൈനോറിറ്റി ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ വഴി അമിതമായിട്ടുള്ള ഫണ്ടുകൾ നൽകുന്നു എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി. ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ഉണ്ടായത്? ഇപ്പൊ 50% ആ സ്കോളർഷിപ്പുകളൊക്കെയും മാറ്റപ്പെട്ടു. ഇങ്ങനെ ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് വലിയ കൊടിയ അനീതി
ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ ഭാഗമായി കേന്ദ്രം നടപടിയെടുത്ത് അതിന്റെ ഭാഗമായി സംസ്ഥാന നടപടിയെടുത്ത് പോയിട്ടുള്ള സാഹചര്യത്തിൽ ഓരോന്നോരോന്നായി വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകണം. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, KT ജലീൽ എന്ന് പറയുന്ന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വ്യക്തി പോലും കണ്ണട ചിരുട്ടാക്കുന്ന വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ആ കാര്യങ്ങളിലൊക്കെ നടപ്പിലാക്കിയത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള റിസർവേഷൻ പോളിസിയിലെ അവസാനത്തെ ഉദാഹരണമാണ് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നതിന് ആരും എതിരല്ല. 4% ഭിന്നശേഷി സംവരണം നൽകണം, എല്ലാവരും അതിന് അനുകൂലമാണ്. പക്ഷെ അത് മറ്റൊരു സമുദായത്തിൻ്റെത് കവർന്നെടുത്തുകൊണ്ടാവരുത് എന്നുള്ളത് തുടക്കത്തിലെ ഇതിന്റെ ചർച്ചകൾ ഉണ്ടായപ്പോഴേ നിയമസഭയിൽ TV ഇബ്രാഹിം MLA പോലുള്ള ആളുകൾ സൂചിപ്പിച്ചിട്ട് പോലും അതിൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി, സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയായ R ബിന്ദു മറുപടി നൽകിയിട്ട് പോലും പിന്നെയും അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ എവിടെയോ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ഇതുവരെയും, അതല്ലെങ്കിൽ ആ തെറ്റ് തിരുത്താൻ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ല. ആ രീതിയിലേക്ക് ഇപ്പോൾ നിയമനങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് താമരശ്ശേരിയിൽ നിന്നോ മറ്റോ മുഖ്യമന്ത്രിയോട് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം റിസർവേഷനിൽ കുറവുകൾ ഉണ്ടാകുന്നെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് റിസർവേഷന്റെ പരിധി ലംഘിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അത് ഈ ജാതി സംവരണം ഉൾപ്പെടെയുള്ള ഈ റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് ഈ ഗവൺമെന്റിനുള്ള നിഷേധാത്മകമായ നിലപാടിന്റെ സമീപനത്തിന്റെ കാര്യമാണ്. ഇവിടെ സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി തമിഴ്നാട്ടിലുണ്ട്. സ്റ്റാലിൻ ഇന്ന് ഏറെ പോപ്പുലർ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ സോഷ്യൽ വെൽഫെയറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള, സോഷ്യൽ ജസ്റ്റിസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ്. ജാതിക്കെതിരെ, അതുപോലെ തന്നെ അയിത്തോച്ചാടനത്തിന് വേണ്ടിയൊക്കെയുള്ള അതിശക്തമായ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും നിയമങ്ങളും നിർമ്മാണങ്ങളും ഒക്കെയാണ്. ആ രീതിയിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉള്ളത് 69% റിസർവേഷനാണ്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം 50% റിസർവേഷന്റെ പരിധി നിർത്തുന്നു? സുപ്രീം കോടതിയിൽ അതിന്റെ അർത്ഥത്തിൽ വേർഡിക്റ്റ് ഉണ്ട് എന്നാണ്. ഈ കേരള നിയമസഭക്ക് നിയമനിർമ്മാണം നടത്താനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പൊ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ജനവിഭാഗങ്ങളുടെ, പിന്നാക്ക, ന്യൂനപക്ഷ, ദളിത്, ഈ ഭിന്നശേഷി ഉൾപ്പെടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും സോഷ്യൽ സ്റ്റാറ്റസ് പഠിച്ച് അതിനനുസൃതമായിക്കൊണ്ട് റിസർവേഷന്റെ ഈ മെത്തഡോളജിയിലൊക്കെ മാറ്റം വരുത്തി കുറച്ചുകൂടി ഈ വിഷയത്തെ ഗൗരവമായി കാണാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. ബീഹാർ ഇപ്പോൾ ഇന്ത്യയിലെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട 1ാമത്തെ സംസ്ഥാനമായി മാറുന്നു. എല്ലാ കാലത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും മാത്രം 1ാം സ്ഥാനത്ത് ഉണ്ടായാൽ പോരാ. കേരളം സോഷ്യൽ ജസ്റ്റിസിന്റെ കാര്യത്തിലും 1ാം സ്ഥാനത്തേക്ക് വരണം. അതുകൊണ്ട് പിണറായി സർക്കാർ ജാതി സെൻസസ് നടത്താൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് തയ്യാറുണ്ടെങ്കിൽ അത് ഒരു വിപ്ലവകരമായ ഒരു തീരുമാനമായി മാറും. അതിന് എത്രത്തോളം നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് ഇവിടെ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ റിസർവേഷന്റെ ഭാഗമായിട്ടുള്ള മറ്റു സമുദായത്തിന്റെ റിസർവേഷന് പോലും അപഹരിക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് അത് പ്രതീക്ഷിക്കാമോ എന്നുള്ള ഒരു സംശയവും നമുക്ക് എല്ലാവർക്കും ഇടയിലുണ്ട്. എന്തിനെ നേരത്തെ ഇവിടെ മോഡറേറ്റർ പറഞ്ഞതുപോലെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായുള്ള നടപടികളും ഒക്കെ ഇപ്പോൾ ഒരു 15 അല്ലെങ്കിൽ ഒരു 18 വർഷത്തോളമായി അതിന്റെ റിവ്യൂ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ന്യൂനപക്ഷ ധ്വംസനം നടക്കുന്നു. അത് ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെയോ കലാപങ്ങളിലൂടെയോ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ, ഉദ്യോഗ മേഖലയിലൊക്കെ വലിയ രീതിയിൽ നമ്മൾ കാണാത്ത വിധത്തിലൂടെയൊക്കെയുള്ള വെട്ടിനിരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പുകളുടെ കാര്യത്തിലൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഒരു ഫണ്ടിന്റെ അപര്യാപ്തി ഉണ്ടാകുന്നു. മലപ്പുറത്ത് വന്നിട്ടുള്ള അലിഗഡ് ഓഫ് ക്യാമ്പസിന്റെ അവസ്ഥ ഇപ്പോഴും എന്താണ് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. 2020 ആകുമ്പോഴേക്ക് എത്രത്തോളം കുട്ടികളുമായി എങ്ങനെയായിരിക്കും ആ അലിഗഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെയാണ് അത് എത്തി നിൽക്കുന്നത്? ആ അർത്ഥത്തിലേക്ക് കിഷൻഗഞ്ചിലെ അലിഗഡ് ഓഫ് ക്യാമ്പസ് എവിടെ നിൽക്കുന്നു? ബംഗാളിലേത് എവിടെ നിൽക്കുന്നു? തുടങ്ങാത്ത മധ്യപ്രദേശിലെ അലിഗഡ് ഓഫ് ക്യാമ്പസിന്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ നോക്കുമ്പോൾ എല്ലായിടത്തും വലിയ രീതിയിൽ ഈ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്, അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗത്തിന് വലിയ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും അതിന്റെ തോത് ഒട്ടും കുറവല്ല എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങളൊക്കെയും നമ്മളോട് സൂചിപ്പിക്കുന്നത്. സംവരണ വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കാനും സംവരണ സമുദായങ്ങളെ തന്നെ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമങ്ങളെ നാം കരുതിയിരിക്കണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.